Hello, my dear students. Welcome back to another session of the Canterbury School of English. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബിസിനസ് കമ്മ്യൂണിക്കേഷനിലെ മൊഡ്യൂൾ 5ലുള്ള വാട്ട് ഫിലിംസ് കൻ ടീച്ചസ് അബൌട്ട് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ആ ഒരു ബ്ലോഗിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു ബ്ലോഗ് എഴുതിയിട്ടുള്ളത് സ്റ്റോണി ബ്രൂക്ക് യൂണിവേഴ്സിറ്റി പ്രൊഫസറായ ജദ്രഗ സ്കോറിൻ കെപ്പോ ആണ്. അവരുടെ ബിസിനസ് എത്തിക്സ് ക്രിട്ടിക്കൽ തിങ്കിങ് ത്രൂ ഫിലിം എന്ന് പറയുന്ന കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. ഷീ ഈസ് കൺസിഡേർഡ് ആസ് ദ 2018 ഐഡിയാസ് വർത്ത് ടീച്ചിങ് അവാർഡ് വിന്നർ. അന്നേരം ഇതിൻ്റെ അകത്ത് എന്താണ് അവർ പറയുന്നത് നമുക്കൊന്ന് നോക്കാം. Should the purpose of undergraduate education be to prepare students for workforce or to be citizen of the world? That means the question of whether undergraduate education should focus on preparing students for the workforce or the global citizenship. And she says that it is an outdated one. It's a false dichotomy. That means it's an outdated one. അവർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റും ഗ്രാജുവേഷനും ഒക്കെ കഴിഞ്ഞിട്ട് കുട്ടികളെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് കുറച്ച് ജോലിക്ക് വേണ്ടിയിട്ടാണോ, ഒരു വർക്ക് ഫോഴ്സിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടാണോ? ഓക്കെ, അത് അങ്ങനെ ഒരു ടെൻഡൻസി, കുറച്ച് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് പഠിച്ച് ആ ജോലി അച്ചീവ് ചെയ്യുക എന്നുള്ളത് ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ചിന്താഗതിയായി മാറിയിരിക്കുന്നു എന്നാണ് സ്റ്റോണി ബ്രൂക്ക് യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസറായ സ്റ്റോറിൻ കപ്പോ പറയുന്നത്. അവരുടെ ബിസിനസ് എത്തിക്സ് ക്രിട്ടിക്കൽ തിങ്കിങ് ടു ഫിലിം എന്ന് പറയുന്ന കോഴ്സിന്റെ ആ ഒരു അല്ലെങ്കിൽ ആ ഒരു കോഴ്സിലാണ് അവരിത് പറയുന്നത്. സ്കോറിങ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ she uses films to help students to grapple with business decisions and their consequences. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന പല കാര്യങ്ങളും എന്താ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ല. മർഡർ കാണുന്നുണ്ട്, കിഡ്നാപ്പിംഗ് കാണുന്നുണ്ട്, റേപ്പിംഗ് കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഗ്രീഡിനെസ് കാണുന്നുണ്ട്, ക്രുവാലിറ്റി, വെഞ്ചൻസ്, റിവെഞ്ച്, ഇതൊക്കെ നമ്മൾ ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ അനുഭവിക്കുന്നുണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ നമ്മളൊരു സിനിമ കാണുമ്പോൾ ആ സിനിമയിലുള്ള ക്യാരക്ടേഴ്സ് കടന്നു പോകുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ചിരിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. അതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു മൊമെന്റിൽ അവരോടൊപ്പം തന്നെ നമ്മളത് ആസ്വദിക്കുകയാണ്. നമ്മൾ പേടിക്കുകയാണ്, നമ്മൾ ഭയക്കുകയാണ്. അവർ പേടിക്കുമ്പോൾ നമ്മളും പേടിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മൊമെന്റിൽ നടക്കുന്ന കാര്യങ്ങളെ നമ്മൾ നമ്മളായിട്ട് തന്നെ കണ്ടുകൊണ്ട് അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാൻ. കാരണം സ്കോറിൻ പറയാണ് അവർ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫിലിംസ് എടുത്തിട്ട് ഈ പറയുന്ന സ്റ്റുഡൻസിനെ അതിൻ്റെ അകത്തുള്ള ബിസിനസ്സിൻ്റെ അകത്തുള്ള ഡിസിഷൻസും ബിസിനസ്സിൽ നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങൾ കൊണ്ടുണ്ടാകുന്ന ബാഡ് ഡെസിഷൻസും അതുപോലെ തന്നെ ബാഡ് കോൺസിക്വൻസസും ഒക്കെ എങ്ങനെ വരാൻ സഹായിക്കുന്നുവെന്ന് അല്ലെങ്കിൽ ബിസിനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പറയാൻ സഹായിക്കുന്നുവെന്ന് ഈ പറയുന്ന കുട്ടികളെ മനസ്സിലാക്കിക്കാൻ ഫിലിംസിലൂടെ സഹായിക്കുമെന്നാണ് അവർ പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ തന്നെ പഠിച്ചിട്ടില്ലേ, ഏത് ഫിലിമായിരുന്നു, ജോമോന്റെ സുവിശേഷം ഇല്ല മക്കളെ? എന്താ ജോമോന്റെ സുവിശേഷത്തിൽ നമ്മൾ എന്താ കണ്ടേ? ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ആ കഥാപാത്രത്തിന്റെ ആ ഒരു മെച്യൂരിറ്റി ഇല്ലായ്മയിൽ അവൻ കാണിച്ചു കൊടുക്കുന്നു. അവൻ്റെ അധികമായിട്ട് സമ്പത്ത് ഉണ്ടായിരുന്നു, പക്ഷെ അവനിക്ക് ആ സമ്പത്ത് എങ്ങനെ ഉപയോഗിച്ച് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യണമെന്ന് അറിയാൻ വയ്യായിരുന്നു. അവൻ കൂടുതലും അവൻ്റെ ബിസിനസ് ശ്രദ്ധിക്കാതെ ആദ്യത്തെ ബിസിനസ് അവൻ അവൻ്റെ പാർട്ട്ണർക്ക് വിട്ടുകൊടുക്കുന്നു. രണ്ടാമത്തെ അവൻ്റെ ആ ടെക്സ്റ്റൈൽ വിറ്റ് കിട്ടുന്ന പണം അവനെടുത്തിട്ട് അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന് കൊടുക്കുന്നു. സുഹൃത്ത് അതുകൊണ്ട് ചെലവാക്കി കളയുന്നു. അതിൻ്റെ എൻ്റെ അവൻ ഭയങ്കരമായിട്ട് കിടന്ന് കഷ്ടപ്പെടുന്നു, എടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അന്നേരം അതിലൂടെ നമ്മൾ ആ ഒരു അത് കാണുന്ന ഒരു വ്യക്തിക്ക് ഒരുപാട് ആശയങ്ങൾ കിട്ടുന്നുണ്ട്, എങ്ങനെ ബിസിനസ്സിൽ നഷ്ടങ്ങളുണ്ടാകും. അതുപോലെ തന്നെയാണ് ജേക്കബിന്റെ സ്വർഗരാജ്യം. ജേക്കബിന്റെ സ്വർഗരാജ്യത്തിൽ ഈ പാർട്ട്ണർഷിപ്പിലുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ട് ആ ഫിലിമിൽ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അന്നേരം ആ ഒരു ക്ലയന്റിൽ നമ്മുടെ പല ആൾക്കാരുടെ നിന്ന് അയാൾ പൈസ മറിച്ചിട്ട് ഒരാളെ ഏൽപ്പിക്കുന്നു, പക്ഷെ അയാൾ ആ പൈസയും കൊണ്ട് കടന്നു കളയുന്നു. സോ പിന്നീട് ഇവര് ആ ഒരു സണ്ണും മദറും ആ പിതാവിന്റെ കടം വീട്ടാൻ കിടന്ന് പാടുപെടുന്ന ഒരു കാഴ്ചയാണ് നമുക്കതിനകത്ത് കാണാൻ സാധിക്കുന്നത് അല്ലേ. അന്നേരം ബിസിനസ്സിൽ എടുക്കുന്ന ഡിസിഷൻസും അതിനുശേഷം ഉണ്ടാകുന്ന കോൺസിക്വൻസിനെ കുറിച്ച് ബിസിനസ് പഠിക്കുന്ന സ്റ്റുഡൻസിനെ വളരെ മനോഹരമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പല ഫിലിംസിനും ആകുമെന്നാണ് അവർ പറയുന്നത്. അന്നേരം ഇവരുടെ ഈ ഒരു അറ്റംപ്റ്റ് തന്നെ വളരെ നന്നായിരുന്നു എന്നാണ് യൂണിവേഴ്സിറ്റി വിലയിരുത്തുന്നത്.
എന്നിട്ട് അവരൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം. യു ബിലീവ് ദാറ്റ് ഫിലിംസ് ക്യാൻ സെർവ് ആസ് എ ഫോം ഓഫ് കരിയർ പ്രിപ്പറേഷൻ മച്ച് ലൈക്ക് പൈലറ്റ്സ് യൂസ് ഫ്ലൈറ്റ് സിമുലേറ്റേഴ്സ് ആൻഡ് ആർക്കിടെക്ട്സ് യൂസ് മോഡൽസ്. വൈ ഈസ് ദാറ്റ്? അല്ലേ? അവരൊരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈലറ്റുകൾ ഫ്ലൈറ്റിൽ സിമുലേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് അവർ പറക്കാൻ ശ്രമിക്കുന്നത് പോലെയും അതുപോലെ തന്നെ ആർക്കിടെക്ട്സുകൾ അവർ ആദ്യം ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടല്ലേ അതിൻ്റെ ഒരു ഫുൾ ഫ്ലഡ്ജിന് മോഡൽ ഉണ്ടാക്കുന്നത്. അതുപോലെയൊക്കെയാണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ്സിലേക്ക് ഇറക്കുന്ന ആൾക്കാർക്ക് അവർ ഫിലിം ഒരു കരിയർ പാത്ത് പ്രിപ്പയർ ചെയ്യിക്കാൻ സഹായിക്കുന്നു എന്നുള്ള രീതിയിൽ അവർ പറയുകയാണ്. ശരിയാണ് അല്ലേ? പല കാര്യങ്ങൾ പല ആശയങ്ങളെയും നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. So she states that preparation for any job can benefit from a stimulated അല്ലെങ്കിൽ simulated environment. അല്ലേ? നമുക്ക് എന്ത് ജോലിക്ക് നമ്മൾ ചെയ്യണമെന്നെങ്കിലും എന്ത് ജോലി ചെയ്യണമെങ്കിലും നമുക്കൊരു ഉൾപ്രേരണ ഉണ്ടാകണം, ഒരു സിമുലേഷൻ ഉണ്ടാകണം, ഒരു ചോദകം ഉണ്ടാകണം. Business students are preparing for challenging jobs like a managerial career mirrored with the various ethical issues as well as the personal challenge of juggling professional and private lives. They can benefit from engaging in film narratives and identifying with its characters. So, നമ്മുടെ കപ്പാവ് പറയുകയാണ് ബിസിനസ് സ്റ്റുഡൻസിന് അവരുടെ ജോലിയിൽ ഒരുപാട് ചലഞ്ചസ് നേരിടേണ്ടി വരും. ചിലപ്പോൾ മാനേജറിയൽ പൊസിഷൻസ് ഇരിക്കേണ്ടി വരും. ഒരു മാനേജറിയൽ പൊസിഷനിലിരിക്കുമ്പോൾ പല എത്തിക്കൽ ഇഷ്യൂസും അവർ നേരിടേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ പേഴ്സണൽ ചലഞ്ചസ് ഉണ്ടാകും, പ്രൊഫഷണൽ ചലഞ്ചസ് ഉണ്ടാകും, പ്രൈവറ്റ് ലൈഫിലെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഒരുപാട് ചലഞ്ചസ് ഒരു ബിസിനസ് സ്റ്റുഡൻറ്റിന് നേരിടേണ്ടി വരാം. ഓക്കെ, ചില അദ്ദേഹത്തിന് അവരുടെ ജോബിൽ അവർ നേരിടേണ്ടി വരും. പക്ഷെ ഈ അവർ ഒരു കാര്യം നേരിടാൻ പോകുന്നതിന് മുൻപ് ഈ കാര്യങ്ങളെയൊക്കെ ബാക്കിയുള്ളവർ എങ്ങനെയാണ് അഭിമുഖീകരിച്ചതെന്നുള്ള കാര്യമാണ് അവർ കാണാനായിട്ട് പോകുന്നത്. അന്നേരം അതിനൊക്കെ അവർ മെന്റലി പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ഫിലിം നെറേറ്റീവ്സ് എന്ന് പറയുന്നത്. കാരണം ഫിലിം നറേറ്റീവ്സിലുള്ള ക്യാരക്ടേഴ്സ് അവർ കടന്നു പോകുന്ന ട്രോമയിലൂടെയൊക്കെ തന്നെ അവർ എങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്യുന്നത്, ആ പ്രോബ്ലത്തിനെ അവർ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി തരാൻ ഈ പറയുന്ന ഫിലിംസിന് ഈ കുട്ടികളെ കൊണ്ട് സാധിപ്പിക്കുന്നു. According to Aristotle, a good tragic spectacle as a form of art induces emotions of pity and fear that lead to catharsis or purification of such emotions and contributing to one virtuous development. ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഗ്രീക്ക് ചിന്തകനും ഫിലോസഫറും ഒക്കെയായ അരിസ്റ്റോട്ടലിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അരിസ്റ്റോട്ടിൽ ഒരു നല്ല നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുഡ് ട്രാജിക് സ്പെക്ടക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ ഇറ്റ് ക്രിയേറ്റ്സ് ഇമോഷൻസ് ഓഫ് പിറ്റി, വൈകാരികമായി നമ്മളെ ഉയർത്തുന്ന അല്ലെങ്കിൽ വൈകാരികമായി നമ്മളിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ഒരു യഥാർത്ഥ ആൻഡ് ഫിയർ ദാറ്റ് ലീഡ് ടു കെതാരസിസ്, നമ്മളുടെ ഉള്ളിൽ എന്തുകൊണ്ട് വളരെയധികം വേദന ജനിപ്പിക്കുകയും ഭയം ജനിപ്പിക്കുകയും അതിനോടൊപ്പം തന്നെ ദാറ്റ് ലീഡ് ടു കെതാരസിസ് ഓർ പ്യൂരിഫിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മളിൽ ഒരു പ്യൂരിഫിക്കേഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പം എന്താണ് വളരെ ഗ്രീഡി ആയിട്ടുള്ള ഒരു വ്യക്തിയെ സ്റ്റേജിൽ അവതരിപ്പിക്കുകയാണ്. ഓക്കെ, ഇതിപ്പോൾ സിനിമ എടുത്താലും ശരി, ഒരു വ്യക്തിയുടെ ഗ്രീഡിനെസ് കാരണം അയാളുടെ ജീവിതത്തിൽ അയാൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കാണിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ഈ ഗ്രീഡി എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ ആ ഫീലിംഗ് ഉള്ള വ്യക്തിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നും. ഓക്കെ, വല്ലാത്ത കുറ്റബോധവും ഒരു വല്ലാത്തൊരു വിമ്മിഷ്ടമൊക്കെ അയാൾക്ക് തോന്നും. അന്നേരം അയാൾ ആ പറയുന്ന ഇമോഷൻസിലൂടെ കടന്നു പോകുന്നു. ഈ പറയുന്ന സിനിമയിലുള്ള ഗ്രീഡി ആയിട്ടുള്ള കഥാപാത്രം അയാളുടെ ഗ്രീഡിനെസ് കാരണം എന്തെങ്കിലും തരത്തിലുള്ള ട്രബിളിലേക്ക് ചെന്ന് വീഴുകയാണ്. അയാൾ എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങളിലേക്ക് ചെന്ന് വീഴുകയാണ്. അയാൾക്കൊരു ആപത്ത് സംഭവിച്ചു, അയാളെ സഹായിക്കാൻ ആരുമില്ലാത്ത ഒരു അവസ്ഥ വന്നു അയാളുടെ ഗ്രീഡിനെസ് കാരണം. ഇത് കാണുന്ന ഉള്ളിൽ ഗ്രീഡിനെസ് അല്പമെങ്കിലും ഉള്ള ഒരു വ്യക്തിക്ക് തനിക്കും നാളെ ഇങ്ങനെ ഒരു അവസ്ഥ വരാം എന്നുള്ള ഒരു ചിന്ത വരുന്നു. അത് അയാളുടെ ഉള്ളിൽ ഒരു ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നു. then എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഒരു പ്യൂരിഫിക്കേഷൻ അയാളിലേക്ക് ഉണ്ടാകാൻ താൻ ഇങ്ങനെ ഗ്രീഡിനെസ് വെച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഗ്രീഡി ആയിട്ടിരുന്ന ഈ പറഞ്ഞ കഥാപാത്രത്തെ ആ ക്യാരക്ടറിന് വന്ന പോലത്തെ അവസ്ഥ എനിക്കും വരാം. അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ എന്തുണ്ടാകാൻ പാടില്ല, ഗ്രീഡിനെസ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള തോന്നൽ വരുന്നു. ദറ്റ് ഈസ് വാട്ട് ഇസ് കാൾഡ് പ്യൂരിഫിക്കേഷൻ. ഓക്കെ, സോ ഈ പറയുന്ന പ്യൂരിഫിക്കേഷൻസ് ഓഫ് ഇമോഷനിലൂടെ കടന്ന് ആ വ്യക്തി വൺസ് വെർച്വസ് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് ഒരു നന്മയുള്ള നന്മയുള്ള ഒരു കഥാപാത്രമായിട്ട് അയാൾ മാറുന്നു. ഇതാണ് അരിസ്റ്റോട്ടിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഗുഡ് ട്രാജിക് സ്പെക്ടക്കിൾ എന്ന് പറയുന്നത്.
അന്നേരം അരിസ്റ്റോട്ടിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ട്രാജഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളിൽ പിറ്റിയും ഫിയറും ഉയർത്തുകയും ആ പിറ്റിയും ഫിയറിനോടൊപ്പം തന്നെ നമുക്കൊരു പ്യൂരിഫിക്കേഷൻ ഡെവലപ്പ് ചെയ്യും, അത് നമ്മളൊരു വെർച്വസ് ഇൻഡിവിജ്വലായിട്ട് മാറ്റുകയും ചെയ്യും. ഇത് തന്നെയാണ് ഇപ്പോഴത്തെ ഫിലിം ക്യാരക്ടറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം നമ്മുടെ കണ്ടംപററി സിറ്റുവേഷനിൽ എടുത്തു കഴിഞ്ഞാൽ ഏഹ് ഈ പറയുന്ന ഫിലിം ക്യാരക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും നമ്മളെ എന്താക്കി മാറ്റുന്നു, ഒരു വെർച്വസ് ഇൻഡിവിജ്വൽ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ പ്രൊഫഷണൽ ബിസിനസ് സെറ്റിംഗിലേക്ക് വരുമ്പോഴും I address the various ethical issues relating to a professional and business setting and the role of individuals making decisions and coping with the moral dilemmas and my recently published book Professional and Business Ethics Through Films. അന്നേരം ഇവർ പറയാണ് പ്രൊഫഷണൽ ആൻഡ് ബിസിനസ് എത്തിക്സിൽ നമ്മൾ നേരിടുന്ന പല ചലഞ്ചസുകളെ കുറിച്ചും ഓരോ വ്യക്തി നേരിടുന്ന ചലഞ്ചസുകളെ കുറിച്ചും അവർ അതിനെ എങ്ങനെ കോപ്പപ്പ് ചെയ്യുന്നതിനെ കുറിച്ചും ഞാൻ എൻ്റെ പ്രൊഫഷണൽ ആൻഡ് ബിസിനസ് എത്തിക്സ് ത്രൂ ഫിലിം എന്ന് പറയുന്ന ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് കപ്പോ പറയുന്നത്. ദെൻ ഹൗ ഡിഡ് യു ചൂസ് ഫിലിംസ് യൂസ്ഡ് ഇൻ യുവർ കോഴ്സ്? അന്നേരം നമ്മളുടെ ബിസിനസ് സ്റ്റഡീസ് എടുക്കുക സെലക്ട് ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട ഫിലിംസിന് നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്നാണ് അവർ പറയുന്നത്. The film discussed in the course were selected based on the potential to clarify a certain argument, be it ethical or artistic or business-like. The films selected were quite diverse, including American and foreign films, some very recent films, some not that recent, but still very relevant. ഓക്കെ, അന്നേരം അവർ പറയുകയാണ് ഫിലിംസ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എത്തിക്കലായിട്ടുള്ള എടുക്കാം, ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള എടുക്കാം, ബിസിനസ് ലൈക്ക് ആയിട്ടുള്ള എടുക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ആ എടുക്കുന്ന ഫിലിംസ് വളരെ ഡൈവേഴ്സ് ആയിരിക്കണം, വ്യത്യസ്ത തരത്തിലുള്ളതായിരിക്കണം. അമേരിക്കൻ എടുക്കാം, ഫോറിൻ ഫിലിംസ് എടുക്കാം, അതുപോലെ തന്നെ അറബിക് ഫിലിംസ് എടുക്കാം, ഇഷ്ടമുള്ള ഏതെങ്കിലും ഡൈവേഴ്സ് ആയിട്ടുള്ള ഫിലിംസ് നമുക്ക് എടുക്കാം. അതിൽ തന്നെ എടുക്കുമ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഫിലിം എടുക്കണം, അതുപോലെ തന്നെ ഒരുപാട് പഴക്കമുള്ളതല്ല എന്നാൽ നോട്ട് ടു റീസെൻ്റ് ആയിട്ടുള്ളതും എടുക്കണം. ബട്ട് റീസെൻ്റ് ആയിട്ടുള്ളത് എടുത്താലും ശരി, നോട്ട് ടു റീസെൻ്റ് ആയിട്ടുള്ളത് എടുത്താലും ശരി, അത് റെലവൻ്റ് ആയിരിക്കണം, വളരെയധികം പ്രാധാന്യമുള്ള ഫിലിംസുകളായിരിക്കണം. ഓക്കെ, എന്നിട്ട് സ്പെസിഫിക്കലി ദ ഫിലിംസ് അസൈൻഡ് ഫോർ ക്ലാസ് നോട്ട് ആൻഡ് ഡിസ്കസ്ഡ് ഇൻ ദ മോർ ഡീറ്റെയിൽ വേ. എന്നിട്ട് അതിനുശേഷം നമുക്ക് ഈ ഫിലിംസിനെ എന്ത് ചെയ്യാം, ഒന്ന് അനലൈസ് ചെയ്യണം, ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യണം. അതിന് അവർ കുറച്ച് ഫിലിംസിന്റെ ലിസ്റ്റ് പറയുന്നുണ്ട്. മാർജിൻ കോൾ, ഇൻസോംനിയയുടെ റീമേക്ക്, എക്സ്പെരിമെന്റർ, ആർബിട്രേജ്, ഡേ ആഫ്റ്റർ ടുമോറോ, മോസ്റ്റ് വയലന്റ് ഇയർ, 2 days 1 night, ദെൻ ദ ഹണ്ട്, ദാവൽ, ഇങ്ങനെയുള്ള പല ഫിലിംസുകളെ അവർ കുറച്ച് റെഫർ ചെയ്യുന്നു. അന്നേരം നമ്മുടെ കപ്പാവ് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തിന്റെ ബേസിലാണ് ഫിലിംസ് സെലക്ട് ചെയ്തത്? ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എത്തിക്കിന്റെ ബേസിലാവാം, ആർഗ്യുമെന്റിന്റെ ബേസിലാവാം, ആർട്ടിസ്റ്റിക്കിന്റെ ബേസിലാവാം, ബിസിനസിന്റെ ബേസിലാവാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തായിക്കോട്ടെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫിലിം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ വളരെയധികം ഡൈവേഴ്സിറ്റി ഉള്ള ഫിലിംസ് തിരഞ്ഞെടുക്കുക. അമേരിക്കൻ, ഫോറിൻ ഫിലിം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഒരേ സമയം റീസെന്റ് ആയിട്ടുള്ളതും അതേ സമയം തന്നെ അധികം പഴക്കമില്ലാത്തതുമായ ഫിലിംസുകളെ തിരഞ്ഞെടുക്കുക. ബട്ട് അറ്റ് ദ സെയിം ടൈം മേക്ക് ഷുവർ ദാറ്റ് ബോത്ത് ദ ഫിലിംസ് ആർ സിഗ്നിഫിക്കൻറ്റ് ആൻഡ് റെലവൻറ്റ്. ആൻഡ് അവർ കുറച്ച് പ്രധാനപ്പെട്ട ഫിലിംസിന്റെ ലിസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസിങ് എ ഡൈവേഴ്സ് സെറ്റ് ഓഫ് ഫിലിംസ് വി ആർ ഏബിൾ ടു ഡിസ്കസ് എത്തിക്കൽ ഇഷ്യൂസ് ഫേസിംഗ് ആസ് ടുഡേ പ്രസന്റഡ് ഇൻ ഡിഫറെന്റ് സ്റ്റൈൽസ് വിത്ത് റെസ്പെക്ട് ടു എത്തിക്സ്. വി ആർ സീക്കിംഗ് ആൻസേഴ്സ് ടു വേരിയസ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡിംഗ് ദ ഫോളോയിങ്. Does the end justify the means? What is cultural relativism? What is the source of discrimination? What is responsibility? What important are environmental issues? Films induced discussions about the professional behavior and business. What is workforce ethics? What is greediness? What is bribery? What is whistleblowing? What is fraud? സോ നമ്മൾ ഈ പറയുന്ന പല രീതിയിലുള്ള ഫിലിംസ് എടുത്തു കഴിഞ്ഞാലുള്ള ഒരു ബെനിഫിറ്റ് എന്തെന്ന് വെച്ചാൽ നമുക്ക് പല ആംഗിളിൽ നിന്നും ഒരു കാര്യത്തിനെ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഓക്കെ, വി ഹാവ് ടു ഡിസ്കസ് എത്തിക്കൽ ഇഷ്യൂസ് ഫേസിങ് എസ് ടുഡേ പ്രസന്റ് ഡേ ഡിഫറെന്റ് സ്റ്റൈൽസ്. സോ എത്തിക്സിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ ചിന്തിക്കാൻ പോകുന്നെങ്കിൽ, വിത്ത് റെസ്പെക്ട് ടു എത്തിക്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നതെങ്കിൽ, ഒരു ഫിലിം എൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു കേന്ദ്ര കഥാപാത്രം ഒന്നും വേണ്ട. നമ്മളിപ്പം ദൃശ്യം സിനിമ കാണത്തില്ലേ? ആ ദൃശ്യം സിനിമയിൽ മോഹൻലാല് തൻ്റെ മോഹൻലാൽ ഒരു ക്രൈം ചെയ്തു. ആ ക്രൈം ചെയ്തിട്ട് അത് മറച്ചു വെച്ചുകൊണ്ട് തൻ്റെ കുടുംബത്തെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നു. സോ ഡസ് ദ എൻഡ് ജസ്റ്റിഫൈ ദ മീൻസ്?
ഇല്ലേ? ആ സിനിമയുടെ എൻഡ് അയാൾ ചെയ്ത പ്രവൃത്തിയെ സാധൂകരിക്കുന്നുണ്ടോ? അതാണ് ചോദിക്കുന്നത്. ഡസ് ദ എൻഡ് ജസ്റ്റിഫൈ ദ മീൻസ്? നമ്മളൊരു റോങ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചെയ്തു. പക്ഷെ അതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഗുഡ് ആണെങ്കിൽ അതിനെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റുമോ? നമുക്കതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമോ? അതാണ് ആദ്യത്തെ എത്തിക്സുമായിട്ട് റിലേറ്റ്. പിന്നെ വാട്ട് ഈസ് കൾച്ചറൽ റിലേറ്റീവ്സ്? എന്താണ് കൾച്ചറൽ റിലേറ്റീവ്സ് എന്ന് വെച്ചാൽ എൻ്റെ കൾച്ചറിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കത്തില്ല മറ്റൊരാളുടെ കൾച്ചറിലേക്ക് ചെയ്യുമ്പോൾ അയാൾ അവിടെ ചെയ്യുന്നത്. അതായിരിക്കത്തില്ല മറ്റൊരാളുടെ കൾച്ചറിലേക്ക് ചെല്ലുമ്പോൾ അയാൾ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ മാരേജ് എന്ന് പറയുന്നത് പല സൊസൈറ്റിയിലും പല കൾച്ചറിലും പലതായിട്ടാണ് നടക്കുന്നത്. ഓക്കെ, പലതായിട്ടാണ് അവർ നടത്തുന്നത്. അന്നേരം അതിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന കൾച്ചറൽ റിലേറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരാം. ഇനി അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ചാൽ എന്താ? ഫോർ എക്സാമ്പിൾ ബ്ലാക്ക് വൈറ്റ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. എന്താ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ഇങ്ങനെയൊക്കെയുള്ള പല ഡിസ്ക്രിമിനേഷൻസ് ഉണ്ട്. അന്നേരം ഈ പറയുന്ന ഡിസ്ക്രിമിനേഷൻ എന്താണ്? ശരിക്കും എന്തിന്റെ ബേസിലാണ് ഡിസ്ക്രിമിനേഷൻ? സോഴ്സസ് ഓഫ് ഡിസ്ക്രിമിനേഷൻസ് എന്തൊക്കെയാണ്? റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? എൻവയോൺമെന്റൽ ഇഷ്യൂസ് എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അതുപോലെ തന്നെ പ്രൊഫഷണൽ ബിഹേവിയർ ഇൻ ബിസിനസ്, ഇതൊക്കെയായിട്ട് വർക്ക് ഫോഴ്സ് എത്തിക്സ് എങ്ങനെ കിടക്കുന്നു? ഒരു ബിസിനസ്സിൽ ഗ്രീഡിനെസ് എന്ന് വെച്ചാൽ എന്താണ്? ബ്രൈബറി എന്താണ്? വിസിൽ പ്ലോയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫ്രോഡ് എന്താണ്? ശരിക്കും പറയും ഇതൊക്കെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകം എന്ന് വെച്ചാൽ വാച്ചിങ് ദ ഫിലിംസ്. ബിക്കോസ് ഹിയർ ഇൻ ഫിലിംസ് വി depict all these kind of things very clearly and politely. അന്നേരം നമുക്കത് കണ്ട് നമ്മുടെ മൈൻഡിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാനും നമുക്ക് മൈൻഡിനെ ഒന്ന് പ്രിപ്പയർ ചെയ്യിക്കാനും നമുക്കത് വഴി കഴിയും. Watching films can benefit a business students by nurturing creativity and novel ways of thinking applicable in a business setting. One can look at the film as a product made to be sold to spectators and look for the characteristics that make it successful. As a customer evaluating a product, a student needs to critically evaluate the films in terms of its artistic creativity versus its business goal, including a marketing potential for propagating a certain view or ideological position. So, ഒരു ആഹ് ഒരു ഫിലിം വാച്ച് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ആ ഫിലിമിനെ എങ്ങനെ അനലൈസ് ചെയ്യുക എന്നത് കൂടിയാണ്. സോ ഒരു ബിസിനസ് സ്റ്റുഡന്റ് ഒരു ഫിലിം വാച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തുള്ള ക്രിയേറ്റിവിറ്റി അവനക്ക് കിട്ടുകയാണ് അല്ലേ? ഫോർ എക്സാമ്പിൾ എന്താ നമ്മൾ പറയുക, മറ്റേ ഇമ്മാനുവൽ ഇസ് മമ്മൂട്ടിയുടെ ഇമ്മാനുവൽ എന്ന് പറയുന്ന ഫിലിമില് മമ്മൂട്ടി ഫഹദ് ഫാസിലിന്റെ കയ്യിൽ നിന്ന് ആ ഒരു പേന വാങ്ങിക്കുന്ന ഒരു സീനുണ്ട്. ഓക്കെ, അന്നേരം അവൻ വളരെ ഇമോഷണൽ ആയിട്ട് പറഞ്ഞിട്ട് ഫഹദ് ഫാസിലിന്റെ കയ്യിൽ നിന്ന് അവൻ പേന വാങ്ങിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം പിന്നീട് ഫഹദ് ഫാസിലിന്റെ അടുക്കൽ ആ പേന തിരിച്ചു വാങ്ങിക്കാൻ പറയുമ്പോൾ അവൻ എടുക്കുന്ന ടാക്ടിക്സ് നമുക്ക് കാണാം. ഇതേ സംഭവം ലിയാനോർഡോ ഡിക്കാപ്രിയോയുടെ ഫിലിമായിട്ടുള്ള ദ വൂൾഫ് ഓഫ് ദ വാൾ സ്ട്രീറ്റ് എന്ന് പറയുന്ന മൂവിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഒരു വ്യക്തിയുടെ ക്രിയേറ്റിവിറ്റി നർച്ചർ ചെയ്യാനും അവന് പുതിയ വഴിയിലൂടെ ചിന്തിപ്പിക്കാനും സഹായിക്കുന്നത് ഫിലിം ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ one can look at the film as a product made to be sold to spectators and look at the characteristics that make successful. Film itself is a part of business. കാരണം നല്ല ഒരു തിരക്കഥ, നല്ല സംവിധാനം, നല്ല ക്യാരക്ടർ റെപ്രസെൻറ്റേഷൻ, നല്ല അവതരണം, നല്ല പിക്ചറൈസേഷൻ, നല്ല വിഷ്വലൈസേഷൻ, നല്ല ക്രിയേറ്റിവിറ്റി, ഇതെല്ലാം കൂടി ഉൾപ്പെടുമ്പോഴാണ് ആ സിനിമ എന്ന് പറയുന്ന ബിസിനസ്സേ സക്സസ് ആകും. സോ അവരതെങ്ങനെയാണ് സക്സസ്ഫുൾ ആക്കിയിരിക്കുന്നത്, എന്തൊക്കെ ഫീച്ചേഴ്സാണ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്, ഇതൊക്കെ മനസ്സിലാക്കാനും അനലൈസ് ചെയ്യാനും ഒരേപോലെ ക്രിയേറ്റിവിറ്റി നർച്ചർ ചെയ്യാനും അതിനൊരു ബിസിനസ് ഗോളായിട്ട് മാർക്കറ്റ് ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഫിലിം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഈ ഫിലിം സ്റ്റഡീസ് വളരെ നല്ലതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. Then, what advice do you have for professors who have an interest in blending business and liberal arts? ഇപ്പോൾ പറയുന്ന മറ്റൊരു കാര്യമാണ്, പറയുന്ന ചില ടീച്ചേഴ്സ് പ്രൊഫസേഴ്സ് ഉണ്ട്, അവർക്ക് ഈ പറയുന്ന പോലെ ബിസിനസ്സും ലിബറൽ ആർട്സും കൂടെ തന്നെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് എന്ത് ഉപദേശമാണ് കൊടുക്കുന്നതെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. Here Kapoor states that I believe that the kind of business curriculum that takes the humanities seriously will better prepare students for future.
They equip students to live a meaningful, fulfilling professional life and to serve the public through their business endeavors. The goal is to cultivate ethical education, including the development of moral virtues, skills, and social and environmental responsibility. In a new generation of business students, business curricula need to take into account the changed reality, combining the following facts: our depleted natural resources, increased gap in wealth distribution, the unprecedented development of technology, changing the job structure as well as the human interaction. സോ ബിസിനസ് കരിക്കുലത്തിൽ ഹ്യൂമൻ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിന് നമ്മുടെ ഫ്യൂച്ചർ സ്റ്റുഡൻസിനെ പ്രിപ്പയർ ചെയ്യാൻ വളരെ വലിയ റോളാണുള്ളതെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അന്നേരം നമ്മളുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും പബ്ലിക്കിലും ബിസിനസ് എൻഡവേഴ്സിലൊക്കെ ഫിലിംസിന് ധാരാളം സ്വാധീനമുണ്ട്. അതായത് ഈ ഫിലിമിന്റെ ഗോൾ എന്നേ പറയുന്നത് ദ ഗോൾ ഇസ് ടു കൾട്ടിവേറ്റ് എത്തിക്കൽ എഡ്യൂക്കേഷൻ ഇൻക്ലൂഡിംഗ് ഡെവലപ്മെന്റ് ഓഫ് മോറൽ വെർച്യൂസ്, സ്കിൽസ്, സോഷ്യൽ, ബിസിനസ്, എൻവയോൺമെന്റൽ റെസ്പോൺസിബിലിറ്റി ഇൻ ന്യൂ ജനറേഷൻ. ഇല്ലേ? അന്നേരം ഒരു ബിസിനസ് സ്റ്റുഡന്റ് എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഒരു ഫിലിം നൽകുന്ന ഗോള് അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകുന്ന കുറച്ച് നല്ല കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മോറൽ വെർച്യൂസിനെ ഡെവലപ്പ് ചെയ്യുക, നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, സോഷ്യൽ എബിലിറ്റി ഡെവലപ്പ് ചെയ്യുക, എൻവയോൺമെന്റൽ റെസ്പോൺസിബിലിറ്റി ഡെവലപ്പ് ചെയ്ത് വഴി ഈ ന്യൂ ജനറേഷനെ സജ്ജരാക്കുക എന്നുള്ളതാണ്. സോ ഇതൊന്ന് നോട്ട് ഡൗൺ ചെയ്യണം. The goal of the film studies for the business students is to cultivate ethical education, including development in moral virtues, skills, social, and environmental responsibility. Then the business curricula need to take into account the changed reality, combining the following facts: our depleted natural resources, increased gap in wealth distribution, unprecedented development of technology changing job structure, as well as the human interaction. അതുപോലെ തന്നെ ബിസിനസ് കറിക്കുലയിൽ നമ്മൾ നമ്മളുടെ കുറച്ച് യാഥാർത്ഥ്യങ്ങളെ നമുക്ക് മുന്നിൽ വെളിവാക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, കുറഞ്ഞു വരുന്ന നാച്ചുറൽ റിസോഴ്സസിനെ കുറിച്ചിട്ട് നമുക്ക് പറയുന്നുണ്ട്. കുറേ ഡിസ്റ്റോപ്പിയൻ മൂവീസിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. എന്താണെന്ന് അറിയോ മക്കളെ ഡിസ്റ്റോപ്പിയൻ മൂവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഇപ്പം നിങ്ങൾ മാഡ് മാക്സ് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഫ്യൂറി, മാഡ് മാക്സ്, ഇതിൻ്റെ അകത്തൊക്കെ അല്ലെങ്കിൽ മാഡ് മാക്സിലൊക്കെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ ഏകദേശം പച്ചപ്പൊക്കെ വറ്റി വരണ്ട് കഴിഞ്ഞു. ഭൂമി ഇപ്പോൾ ഏകദേശം എന്താണ് മരുഭൂമി പോലെ ആക്കി കഴിഞ്ഞിരിക്കുന്നു. കുറേ ആൾക്കാർ, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഈ ഭൂമിയിൽ അതിജീവിക്കുന്നുള്ളൂ. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നതാണ് ഈ പറഞ്ഞുള്ള ഡിസ്റ്റോപ്പിയൻ മൂവീസ്. ആ ഡിസ്റ്റോപ്പിയൻ മൂവീസ് നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ റിസോഴ്സസിന്റെ ഡിപ്ലീഷനാണ്. അതുപോലെ തന്നെ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ്റെ അകത്തുള്ള ഇൻക്രീസ്ഡ് ഗ്യാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഇംഗ്ലീഷിലൊരു മൂവിയുണ്ട്, പാരസൈറ്റ്. പാരസൈറ്റ്, ഓക്കെ. ആ പാരസൈറ്റ് എന്ന് പറയുന്ന ആ മൂവിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഹൈ ക്ലാസ്, അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ് ആ ഒരു ഡിസ്റ്റിങ്ഷൻ, പണം ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം. സോ ഇങ്ങനെ പറയുന്ന മൂവീസും കാണിക്കുന്നത് വെൽത്ത് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടാണ്. അതുപോലെ തന്നെ ജോബ് സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ച്, ഈ ഹ്യൂമൻ ഇൻട്രാക്ഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ, ഒരു ബിസിനസ് സ്റ്റുഡൻ്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഏറ്റവും നന്നായിട്ട് ഫിലിംസുകൾ തന്നെയാണ്. കാരണം നമ്മൾ പറയത്തില്ലേ പണ്ട്, നാടകം എന്ന് വെച്ചാൽ എന്താ? നാടകം, നാടിൻ്റെ അകത്ത് നടക്കുന്നതാണ് നാടകം. ഇന്ന് ഈ ഫിലിംസ്, മൂവീസ് എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ മനുഷ്യരുടെ ജീവിതങ്ങളാണ്, പല ആൾക്കാരുടെയും ജീവിതങ്ങളാണ്. ഇപ്പം ജേക്കബിന്റെ സ്വർഗരാജ്യം എടുത്തു കഴിഞ്ഞാൽ അത് ഒരു വ്യക്തിക്ക് സംഭവിച്ച കാര്യം തന്നെയാണ്. അന്നേരം പലതും ഫിക്ഷണലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിൽ എവിടെയൊക്കെയോ എൻ്റെ ഒരു അംശം ഉണ്ടെന്ന് കൂടി ഓരോരുത്തർക്കും ഓരോ ഫിലിം കാണുമ്പോൾ തോന്നിയിരിക്കാം. It is unquestionable that the humanity faces numerous societal challenges and environmental problems. While ethical conduct is always valued generally, the importance of ethical consideration in professional and business setting is especially pronounced now due to the far-reaching consequence of globalization and connectivity based on technological advances. So, ഹ്യൂമാനിറ്റി ഒരുപാട് സൊസൈറ്റിയിൽ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ചലഞ്ച് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഒരിക്കലും ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഒന്നുമില്ല. കാരണം ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ചലഞ്ച് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഇപ്പം എത്രയൊക്കെ സൊസൈറ്റിയിൽ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ചലഞ്ച് ഉണ്ടായാലും ശരി, നമ്മൾ നമ്മളുടെ പ്രൊഫഷണൽ എത്തിക്കൽ കൺസിഡറേഷന് നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഓക്കെ, അത് ബിസിനസ് സെറ്റിങ്ങിലായാലും സോഷ്യൽ സെറ്റിങ്ങിലായാലും ഒക്കെ നമ്മളുടെ ഒരു എത്തിക്കൽ കൺസിഡറേഷൻ നമ്മൾ പാലിക്കേണ്ടതുണ്ട്.
and should be pronounced now due to the far-reaching consequence of globalization and connectivity-based technological advance. നമ്മുടെ ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ് കൂടുന്നു, നമ്മുടെ ഗ്ലോബലൈസേഷൻ ഇൻക്രീസ് ചെയ്യുന്നു, ഗ്ലോബലൈസേഷൻ വർദ്ധിക്കുന്ന വഴി പല രാജ്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നു. പക്ഷെ അവിടെ എല്ലാം തന്നെ ഈ എത്തിക്കൽ കൺസിഡറേഷൻ നമ്മൾ വളരെ വലിയ മൂല്യങ്ങൾ നൽകുന്നുണ്ട്. എന്താണ് ഈ എത്തിക്കൽ കൺസിഡറേഷൻ? ഒരു കോണ്ടെക്സ്റ്റ് ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ ഗ്ലോബലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നിങ്ങൾ MNC എന്ന് കേട്ടിട്ടില്ലേ, മൾട്ടിനാഷണൽ കമ്പനീസ്. നമ്മുടെ ഫോർഡ് എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർഡിന് ഇന്ത്യയിൽ ചെന്നൈയിൽ ചെന്നൈയിൽ അതിന് പ്ലാന്റ് ഉള്ളതുപോലെ തന്നെ അതിന് അമേരിക്കയിൽ പ്ലാന്റ് ഉണ്ട്, മറ്റ് കമ്പനികളിൽ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ പ്ലാന്റുകളുണ്ടാകും. അന്നേരം ഇങ്ങനെ ഒരു രാഷ്ട്രത്തിനേക്കാൾ ഉപരിയായിട്ട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൽ മാത്രമല്ലാതെ പല രാജ്യങ്ങളിലും കമ്പനികൾ വ്യാപിച്ചു കിടക്കുന്ന ഒന്നിനെയാണ് നമ്മൾ മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അവിടെ ജോലിക്ക് വരാം. ഇല്ലേ? അന്നേരം ഒരു ബ്ലാക്ക് പീപ്പിൾ വരാം, വൈറ്റ് പീപ്പിൾസ് വരാം, ഏഷ്യൻസ് വരാം, ആഫ്രിക്കൻസ് വരാം, സൊമാലിയൻസ് വരാം. അന്നേരം ഇവരെയൊക്കെ നമ്മൾ എന്താണ് അവരുടെ കളറിന്റെ ബേസിലോ അല്ലെങ്കിൽ അവരുടെ ക്രീഡിന്റെ ബേസിലോ അവരുടെ എഡ്യൂക്കേഷന്റെ ബേസിലോ ഒന്നും തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. അതെല്ലാം ഒരു ബിസിനസ് സ്ട്രാറ്റജിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവരുടെ കൾച്ചറിനെയും അവരുടെ ഫുഡ് ഹാബിറ്റിനെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അല്ലാതെ അവർ അതേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ളവർ അയ്യേ എന്നുള്ള രീതിയിൽ മാറ്റി നിർത്താൻ ഒരിക്കലും പാടില്ല. The faster rate of technological change has profound impact on the job structure, creating new ways of conducting business and new ways of social interaction. വർദ്ധിച്ചു വരുന്ന ഈ ടെക്നോളജിക്കൽ ചേഞ്ചും വർദ്ധിച്ചു വരുന്ന ജോബ് സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുമൊക്കെ നമ്മുടെ ജോബ് മേഖലയിൽ ബിസിനസ് മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അത് തിരിച്ചറിയണം. അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ആ ഒരു സോഷ്യൽ ഇൻട്രാക്ഷനോടൊപ്പം പുതിയ പാതകൾ സ്വീകരിച്ച് നമ്മളും വളർന്നു വരണം. പിന്നോക്കം നിന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പിന്നിലായി പോകും. In my book, in my book, Intervening of Aesthetics and Ethics, I wrote that film can serve as a laboratory for human behavior, allowing new insights into interactions of aesthetics and ethics. The roles of aesthetics and ethics, that is, the role of artistic and moral judgment, and very relevant to the contemporary society and business practices, especially in light of the technological advances that have resulted in the explosion of visual culture and mixing of awe and apprehension as we consider the future of humanity. ഇല്ലേ? പഴയകാല ജനതയ്ക്ക് നാടകം എങ്ങനെയായിരുന്നോ ഉന്മേഷവും അവരുടെ ആത്മാവുമായി തീർന്നത്, അതുപോലെ ഈ നമ്മളുടെ ന്യൂ ജനറേഷനിലെ ആത്മാവും അവരുടെ ഒരു പുതിയ സംഗീതവുമാണ് ശരിക്കും പറഞ്ഞത് ഇന്നത്തെ കാലത്തെ ഫിലിംസ് എന്നാണ് അവർ ചുരുക്കി പറഞ്ഞത്. സോ ഇവരുടെ ഇന്റർവ്യൂയിങ് ഓഫ് എസ്തെറ്റിക്സ് ആൻഡ് എത്തിക്സ് എന്ന് പറയുന്ന ബുക്കിൽ അവർ പറഞ്ഞത് ഫിലിംസ് ഈ പറയുന്ന മോഡേൺ ജനറേഷനിൽ ഒരു ഹ്യൂമൻ ലബോറട്ടറി അല്ലെങ്കിൽ ലബോറട്ടറി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആയിട്ട് വർത്തിക്കുന്നു എന്നതാണ്. ഇവിടേക്ക് വരുമ്പോൾ നമ്മളുടെ എസ്തെറ്റിക്സിനെയും നമ്മളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെയും നമ്മളുടെ എത്തിക്സിനെയും ഒക്കെ തുടച്ച് മിനുക്കി പുതിയ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ ഫിലിംസിന് സാധിക്കുന്നുണ്ട്. The role of aesthetics and ethics, that is the role of artistic and moral judgment, are very relevant to contemporary society and business practices. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ, ദൃശ്യം സിനിമ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് മോഹൻലാൽ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തത് തെറ്റാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ളത് തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടും. നമ്മൾ പഠിച്ചിട്ടുള്ളതും അതാണ്, അല്ലേ? അന്നേരം പക്ഷെ ഇതിൽ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ തെറ്റ് ചെയ്തു, പക്ഷെ തെറ്റിനെ മറച്ചു വെച്ചുകൊണ്ട് തൻ്റെ ഫാമിലിയെ സംരക്ഷിക്കും. അറ്റ് ദ സെയിം ടൈം ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ ഒരു തെറ്റ് ചെയ്യുക, ആ തെറ്റിനെ മറച്ചു പിടിച്ചുകൊണ്ട് വെക്കുക, ആ തെറ്റിനെ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറയുന്നത് ഒരു മോറലി ഗുഡായിട്ടുള്ള ഒരു കാര്യമായിട്ട് ആ ഒരു ഫിലിമിന് ശേഷം പലപ്പോഴും സൊസൈറ്റി കരുതാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ആ ഫിലിമിന്റെ ഒരു സക്സസ് ആണെന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. ഓക്കെ, അതുവരെ ഉണ്ടായിരുന്ന തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം എന്നുള്ള ഒരു കോൺസെപ്റ്റിന് എതിരായിട്ടാണ് അത് വന്നത്. സോ ഡിഡ് യു ജസ്റ്റിഫൈ ദ മീൻസ്, എൻഡ് ഓഫ് ദ മീൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിനൊരു ഉത്തരമില്ലാതെ വേണ്ടി വരും. And are very relevant. The role of the artistic and aesthetics and ethics, that is, the roles of artistic and moral judgments, are very relevant to contemporary society and business practices, especially in the light of technological advances that have resulted in the explosion of visual culture and the mixture of awe and apprehension as we consider the future of humanity. So,
ഭാവി തലമുറയെ കാണുമ്പോൾ അവരെ പറ്റി മനസ്സിലാക്കുമ്പോൾ കുറച്ചുകൂടെ ഭയഭക്തിയോട് കൂടിയല്ലാതെ നമുക്ക് ഒന്നും തന്നെ കണ്ടിരിക്കാനാവില്ല. കാരണം ഇന്ന് ഈ ജനത കാണുന്ന വിഷ്വൽ കൾച്ചർ എന്താണോ അതായിരിക്കും, ഇന്നത്തെ ജനത കാണുന്ന വിഷ്വൽ കൾച്ചർ എന്താണോ അതായിരിക്കും നാളത്തെ അവരെ സ്വാധീനിക്കുക. ഇനി ഹൗ സ്റ്റുഡൻസ് റിയാക്റ്റഡ് ടു കോഴ്സ്, ഇവരുടെ ഈ ഒരു കോഴ്സിനോട് അവരുടെ സ്റ്റുഡൻസ് എങ്ങനെയാണ് റിയാക്ട് ചെയ്തതെന്നാണ് പറയുന്നത്. സം പോസിറ്റീവ് കമന്റ്സ് ടു ദ ക്വസ്റ്റ്യൻ വാട്ട് ഇഫ് എനിത്തിങ് ഡിഡ് യു ഫൈൻഡ് മോസ്റ്റ് വാല്യുബിൾ അബൌട്ട് ദിസ് കോഴ്സ് ആർ ജസ്റ്റ്. അവർ ഫീഡ്ബാക്ക് ചോദിച്ചു, നിങ്ങൾക്ക് ഈ കോഴ്സ് എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ചോദിച്ചപ്പോൾ സ്റ്റുഡൻസ് പറഞ്ഞത്, ഹൗ മൂവീസ് കെൻ ഇൻഫ്ലുവൻസ് ദ വേ കോളേജ് സ്റ്റുഡൻസ് ആൻഡ് അതർ ഇൻഡിവിജ്വൽസ് കെൻ ട്രാൻസ്ലേറ്റ് ബിസിനസ് എത്തിക്സ് ആൻഡ് അപ്ലൈ ഇറ്റ് ടു റിയൽ വേൾഡ്. It causes you to reflect more during movies and give you new perspectives on them while watching. നേരത്തേക്ക് ഈ കോഴ്സ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സോ ഒരു കോളേജ് സ്റ്റുഡന്റ്, ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയിൽ നിങ്ങളുടെ ബിസിനസ് എത്തിക്സിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ബിസിനസ് എത്തിക്സിനെ മാറ്റാനും റിയൽ വേൾഡിലേക്ക് ഒരു പ്രായോഗിക ലോകത്തിൽ താൻ ഫിലിമിൽ കണ്ട കാര്യങ്ങളെ അപ്ലൈ ചെയ്യിപ്പിക്കാനും സഹായിക്കുന്നു. അതിന് എൻ്റെ ഈ കോഴ്സ്, കപ്പാവിൻ്റെ കോഴ്സ് സഹായിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് കോസസ് യു ടു റിഫ്ലക്ട് മോർ ഡ്യൂറിങ് മൂവീസ് ആൻഡ് ഗീവ്സ് യു എ ന്യൂ പെർസ്പെക്റ്റീവ് ഓൺ ദം വൈൽ വാച്ചിങ്. അല്ലേ, നിങ്ങൾ ഇങ്ങനെയുള്ള ബിസിനസ് മൂവീസുകൾ കാണുന്ന വഴി അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇമേഴ്സ് ചെയ്ത് ചിന്തിക്കുന്ന വഴി നിങ്ങൾക്ക് പുതിയൊരു ആംഗിൾ ഡെവലപ്പ് ചെയ്യും, പുതിയ പുതിയ പേഴ്സ്പെക്റ്റീവ്സ്, പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാവുന്നു, പുതിയ പുതിയ കാര്യങ്ങളെ പറ്റി ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. This class forced you to see your personal flaws when it comes to ethics and realize that life is certainly never black and white. അന്നേരം അത് മാത്രമല്ല, കപ്പവ് പറയാണ്, എൻ്റെ ഈ ഒരു കോഴ്സ് എടുത്ത് ഞാൻ ഈ എൻ്റെ കോഴ്സിൽ ചെയ്യുന്നത് പോലെ പറയുന്ന പോലെ പല ഫിലിംസുകളൊക്കെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള പേഴ്സണൽ ഫ്ലോസ്, ഫ്ലോസ് എന്ന് വെച്ചാൽ എറേഴ്സ്, എന്തെങ്കിലും തരത്തിലുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ തോന്നുകയും നിങ്ങളുടെ എത്തിക്സ് അത് റിയലൈസ് ചെയ്യിപ്പിച്ച് നിങ്ങളെ കൊണ്ട് അത് തിരുത്തിക്കാനും തയ്യാറാക്കുന്നു. സോ ജീവിതം എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വെർഷൻ അല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് പലതും ഉണ്ടെന്നുള്ളതും നിങ്ങളുടെ തെറ്റുകളെ സ്വയം മനസ്സിലാക്കി അതിനെ റെക്ടിഫൈ ചെയ്യാൻ എൻ്റെ ഈ കോഴ്സിലൂടെ സഹായിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. എൻ്റെ മീൻസ് കപ്പാവിൻ്റെ കോഴ്സിലൂടെ അവരെ സഹായിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഇനി വാട്ട് മൂവി ഹാവ് യു സീൻ റീസെൻ്റ്ലി ആൻഡ് യു ലവ് ടു വൈ. ഓക്കെ, അന്നേരം അവരോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ നിങ്ങൾ റീസെൻ്റ് ആയിട്ട് കണ്ട മൂവി എന്താണ്, അതുപോലെ തന്നെ നിങ്ങൾ അത് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്. റീസെൻ്റ്ലി ഐ സോ ദ ഷേപ്പ് ഓഫ് വാട്ടർ, ഓസ്കാർ വിന്നിങ് മൂവിയാണ് ഷേപ്പ് ഓഫ് വാട്ടർ. കണ്ടിട്ടില്ലെങ്കിൽ കാണട്ടോ, അടിപൊളി മൂവിയാണ്. I liked it as the poetic and surprising film and its visually stunning scenes provoke imagination and meditation on the nature of love and need for connectivity. I also like the happy end for the unflinching question of some of our contemporary issues and fears, as I am a fan of a Henny. സോ അവര് 2 മൂവീസിന്റെ കാര്യമാണ് ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത്. ഷേപ്പ് ഓഫ് ദ വാട്ടറും ഹാപ്പി എൻഡും. ഷേപ്പ് ഓഫ് ദ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഒരു സർപ്രൈസിങ് ഫിലിം ആയിരുന്നു. ഭയങ്കര ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ഒരു ഫിലിം. നമ്മുടെ ലവ്, കണക്ടിവിറ്റി ഇതിനെയൊക്കെ വളരെ ഒരു ഇതീറിയൽ സെൻസിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു മൂവിയാണ് ഷേപ്പ് ഓഫ് ദ വാട്ടർ എന്ന് അവർ പറയുന്നത്. പിന്നെ അവർ പറഞ്ഞത് രണ്ടാമത്തെ മൂവി ഹാപ്പി എൻഡാണ്. അവരുടെ ഒരു അവർ മൈക്കൽ ഹാങ്കിയുടെ ഒരു ഫാനാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കണ്ടംപററി ഇഷ്യൂസിനെ പറ്റിയൊക്കെയുള്ള ഈ ഒരു ഫിലിം വന്നപ്പോൾ അത് അവർക്ക് സ്വാഭാവികമായിട്ടും ഇഷ്ടപ്പെട്ടു. I like The Big Short, Adam McKay film depicting the real life characters involved in shorting their subprime mortgages during the onset of financial crisis in 2008. അതുപോലെ തന്നെ അവർ അടുത്തൊരു ഫിലിം പറയുന്നുണ്ട്, ആഡം മെക്കയുടെ ബിഗ് ഷോട്ട് എന്ന് പറയുന്ന ഒരു മൂവിയാണ്. അത് റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് ഉൾപ്പെടുന്ന തരത്തിലുള്ള ഒരു മോർഗേജ് ഒക്കെ വരുന്ന ഒരു മൂവിയാണ്, ലീലൊക്കെ വരുന്ന ഒരു മൂവിയാണ്. 2000-ലെ ഫിനാൻഷ്യൽ ക്രൈസിസുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയ മൂവിയാണ്. അത് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. ദ തീം ഈസ് ദ ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ മൊറാലിറ്റി ആൻഡ് ലീഗാലിറ്റി. ദ റെക്ലെസ്നെസ് ഓഫ് ദ deregulated financial market provoked greedy behavior. Yet the film presents the characters as eccentric, concerned, but pragmatic and to a certain extent likable, certainly not the villains who are unreasonable, greedy. അന്നേരം അവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തീം എന്ന് പറയുന്നത് ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. മൊറാലിറ്റി, ലീഗാലിറ്റി വരുന്നുണ്ട്. നമ്മൾ എന്താ മൊറാലിറ്റി ലീഗാലിറ്റി വരുമ്പോഴത്തേക്കുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജേക്കബിന്റെ സ്വർഗരാജ്യം, നിങ്ങൾ ആ ഒരു മൂവി കാണുകയാണെങ്കിൽ അതിന്റെ എൻഡിലേക്ക് വരുമ്പോൾ
അവന്റെ ഫാദറിന് പണം കൊടുക്കാനുള്ള വ്യക്തി. ഓക്കെ. പണം കൊടുക്കാനുള്ള വ്യക്തിയോട് ഇവൻ ഒരുപാട് തവണ ചെന്ന് പറയുന്നുണ്ട്, എൻ്റെ ഫാദറിന് നിങ്ങൾ മാപ്പ് കൊടുക്കണം, ഉറപ്പായിട്ട് നിങ്ങളുടെ പണം തരാം 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 എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് അയാൾ വില്ലിങ് അല്ലാതാകുന്നുണ്ട്. പക്ഷെ അത് എൻഡില് ഇവൻ അയാളെ ലീഗലി കുരുക്കുന്നുണ്ട്. ഓക്കെ. അന്നേരം മൊറാലിറ്റി വേഴ്സ് ലീഗാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഗ്രീഡി ബിഹേവിയർ, ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഡീറെഗുലേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഗ്രീഡി ബിഹേവിയർ, ഇതെല്ലാം തന്നെ ഈ ഒരു ഫിലിമിൽ വളരെ എക്സെൻട്രിക് ആയിട്ട് പോർട്രേ ചെയ്യുന്നുണ്ട്. The film present the characters as eccentric, concerned but pragmatic, and to a certain extent likable. Certainly not the villains, you are unreasonable, greedy. So ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ജേക്കബിന്റെ സ്വർഗരാജ്യത്തിലെ ആ വില്ലന് അവന്റെ ഫാദറിന് പണം കൊടുക്കാത്തതിന്റെ പേരിൽ തിരിച്ച് അയാൾക്ക് ഇങ്ങോട്ട് വന്നിറങ്ങാൻ പറ്റാത്ത നിലയിൽ അയാളെ കുടുക്കിയ അയാളെ പറ്റി നിങ്ങളൊരു ചിന്തിച്ച് നോക്കി. അയാളെ ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് തോന്നും. ബട്ട് അറ്റ് ദ സെയിം ടൈം അയാൾ ഈ പറയുന്ന അതിഭീമമായ വിഷമാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അയാളും മറ്റു പലരുടെയും പൈസ വാങ്ങിച്ചിട്ടാണ് ഈ പറയുന്ന വ്യക്തിക്ക് ജേക്കബിന് ഈ പണം അയാൾ കൊടുത്തത്. സോ പല ആൾക്കാരും ഇയാളെ ഹോണ്ട് ചെയ്തുകൊണ്ട് നടക്കാണ്. പൈസ താ എന്ന് പറഞ്ഞ് ഇയാളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാനാണ് ഇയാൾ കൊണ്ടുവന്ന് കേസ് കൊടുക്കുന്നത്. ഓക്കെ. അന്നേരം ഒരേ സമയം നമുക്ക് ഇയാളോട് സഹതാപവും അറ്റ് ദ സെയിം ടൈം വില്ലനും ഒക്കെ ആയിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇവരെല്ലാവരും അവരുടെ ഫിനാൻഷ്യൽ സ്ട്രെയിനിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ ആ ഒരു ഫിലിം കണ്ടിട്ടില്ലെങ്കിൽ ജേക്കബിന്റെ സ്വർഗരാജ്യം ഒന്ന് കാണണം കേട്ടോ. It seems that they did not have a choice given the state of financial banking sector. Comic elements are underlined with a celebrity cameos explaining complex financial derivatives. The characters are introduced in their names, positions, some descriptions, as if telling a business case study to be published somewhere. അന്നേരം ഈ ഒരു ബിസിനസ് സ്ട്രാറ്റജി ഫിലിം ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ സെലിബ്രിറ്റീസിനെ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്, കോമിക് എലമെന്റ്സ് കൊണ്ടുവരാറുണ്ട്, കോംപ്ലക്സ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ കൊണ്ടുവരാറുണ്ട്. അവർക്ക് അവരുടേതായ നെയിംസ്, പൊസിഷൻസ് ഇതെല്ലാം കൊടുക്കാറുണ്ട്. ഓക്കെ. അന്നേരം അവർ എന്ന് പറയുന്ന വ്യക്തികളെ വളരെ പോളിഷ്ഡ് ആയിട്ടാണ് നമ്മളുടെ ഫ്രണ്ടിൽ അവതരിപ്പിക്കുന്നത് പോലും. സം ഡിസ്ക്രിപ്ഷൻസ് ആസ് ഇഫ് ടെല്ലിംഗ് എ ബിസിനസ് കേസ് സ്റ്റഡി ടു ബി പബ്ലിഷ്ഡ് സംവെയർ. This adds to the documentary feel of this feature film, which is appropriate since the narrative is based on real events and real people, making it even more troublesome. അന്നേരം the characters are introduced with names. ഞാൻ നേരത്തെ പറഞ്ഞ ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന് പറയുന്ന ഒരു മൂവി എടുക്കാൻ അതിൻ്റെ അകത്ത് ജേക്കബ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ജേക്കബ് മോഹൻ്റെ അടുക്കൽ രാവിലെ എണീറ്റ് അയാൾ ഒരു ബിസിനസ് മീറ്റിങ്ങിൽ പോവുകയാണ്. അന്നേരം അതിരാവിലെ അയാൾ റെഡി ആവുകയാണ്. അന്നേരം പപ്പ ഇപ്പൊ ഇത്ര നേരത്തെ എന്തിനാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട്, മോനെ നമ്മളൊരു ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോൾ അതിരാവിലെ പോകണം. എന്നാൽ നമ്മളുടെ മൈൻഡ് ഫ്രഷ് ആണ്, അവരുടെ മൈൻഡ് ഫ്രഷ് ആണ്. തോട്ട്സുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ എളുപ്പം സഹായിക്കുന്നത് ഇങ്ങനെയാണ്. ജീവിതത്തിൽ പലപ്പോഴും പ്രാക്ടിക്കൽ ആയിരിക്കണം, ഇന്റലിജന്റ് ആയിരിക്കണം എന്നൊക്കെ വളരെയധികം കൃത്യനിഷ്ഠയോടെ പറഞ്ഞിരുന്ന ആ ഒരു വ്യക്തിക്ക് വളരെ ചെറിയൊരു കാര്യത്തിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസിന്റെ പേരിൽ അദ്ദേഹത്തിന് പല ആൾക്കാരുടെ നിന്നും പഴി കേൾക്കേണ്ടി വന്നു, രാജ്യത്തിൽ നിന്ന് പുറത്തു നിൽക്കേണ്ടി വന്നു. ഇല്ലേ? സോ ഇത് യഥാർത്ഥ ഒരു വ്യക്തിയെ സംബന്ധിച്ച ഒരു കാര്യമാണ്. സോ ഇതൊരു ഡോക്യുമെന്ററി ഫീല് നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ആ ഫിലിമിന്റെ എൻഡിൽ നമുക്ക് ുന്നുണ്ട് ഇത് റിയൽ ഇവന്റ് ആണ്, ഇത് റിയൽ പീപ്പിളിൽ സംഭവിച്ചതാണ്, അവർക്ക് ഇങ്ങനെയുള്ള ട്രബിൾസും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു, അറ്റ് ദ എൻഡ് അവർ ഇതിനെല്ലാം ഓവർകം ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ഭയങ്കര ട്രബിൾസം ആയിരിക്കും. ഓക്കെ. അത് നമുക്ക് അത്രയേറെ വേദനാജനകവും ആയിരിക്കും. സോ ഇതാണ് ബിസിനസ് എഡ്യൂക്കേഷനിൽ ഫിലിംസിന്റെ ഇമ്പോർട്ടൻ്റ് എന്നാണ് അവർ പറയുന്നത്. ഇത് എഴുതിയത് യെസ് സ്റ്റോണി ബ്രൂക്ക് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ജദ്രാക്ക സ്കോറിൻ കെപ്പാവ് ആണ്. അപ്പോൾ അവരെ അറിയപ്പെടുന്നത് 2018 വർത്ത് ടീച്ചിങ് അവാർഡ് വിന്നറാണ്. അവരുടെ ഈ പറഞ്ഞ വാട്ട് ഫിലിം ക്യാൻ ടീച്ചേഴ്സ് അബൌട്ട് ബിസിനസ് എത്തിക്സ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ബ്ലോഗും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ.